ഇറാന്റെ $500 മില്യൺ മൂല്യമുള്ള ക്രിപ്റ്റോ ആസ്തികൾ കണ്ടുകെട്ടിയതായി അമേരിക്കൻ ട്രഷറി വകുപ്പ്. ഇറാനെതിരെയുള്ള സാമ്പത്തിക ഉപരോധങ്ങളുടെ ഭാഗമായാണ് ഈ നടപടി. ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. കഴിഞ്ഞ ദിവസം ക്രൂഡ് ഓയിൽ വില വൻതോതിൽ കൂടിയിരുന്നു. ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധിക്ക് ഉത്തരവാദി ഇസ്രായേലും അമേരിക്കയുമാണെന്നാണ് ഇറാന്റെ വാദം. അതേസമയം ഇറാനിലെ സൈനിക നടപടിക്കായി അമേരിക്കയ്ക്ക് ചെലവായത് 23 ലക്ഷം കോടിയെന്ന പെന്റഗന്റെ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. US കോൺഗ്രസിൽ ഡിഫൻസ് സെക്രട്ടറിക്ക് നേരെ രൂക്ഷ വിമർശനവും ഉണ്ടായി. അജയ് സുധാ ബിജു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, എന്തായാലും ഈ ഉപരോധം ക്രൂഡ് വില കുതിച്ചുയരുന്നതിന് കാരണമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. തീർച്ചയായിട്ടും ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ ഒരു വർധനവാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. $122 എന്ന് പറയുന്ന സംഖ്യയിലേക്ക് വരെ ക്രൂഡ് ഓയിലിന്റെ വില കുതിച്ചുയർന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇത് 4 വർഷത്തിനിടെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒരു നിരക്കാണ്. ഇതിനു മുൻപേ 2022 ക്രൂഡ് ഓയിലിന്റെ വില ഇത്രയധികം ഉയർന്നത്. അന്ന് കോവിഡിൻ്റേതുൾപ്പെടെയുള്ള പ്രതിസന്ധികൾ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. ഇന്ന് ഈ യുദ്ധം കാരണമുള്ള വിവിധ ഉപരോധങ്ങളാണ് ക്രൂഡ് ഓയിൽ വില ഇത്രയധികം ഉയരാനുള്ള കാരണം. ഇതിനെ തുടർന്ന് അമേരിക്കയിലുള്ള ഗ്യാസ് പ്രൈസിലും വൻതോതിൽ വർധനവുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനാൽ ഇന്ത്യയിലും ഈ വില വർദ്ധിച്ചേക്കുമോ എന്നുള്ള ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഇതിനിടെയാണ് ഈ ഹോർമുസ് കടലിടുക്കിലുള്ള ഉപരോധം തുടരുമെന്ന് നിലവിൽ US അറിയിച്ചിരിക്കുന്നത്. അതുപോലെ ഇറാന്റെ ഏതാണ്ട് $500 മില്യൺ മൂല്യമുള്ള ക്രിപ്റ്റോ ആസ്തികൾ പിടിച്ചെടുത്തതായിട്ട് US ട്രഷറി ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുണ്ട്. US ട്രഷറി സെക്രട്ടറി ആയിട്ടുള്ള സ്കോട്ട് ബെസറ്റാണ് നിലവിൽ ഇക്കാര്യം മാധ്യമങ്ങൾ വഴി പുറത്തുവിട്ടിട്ടുള്ളത്. ഇതിൽ $350 മില്യൺ ആസ്തി നേരത്തെ കണ്ടുകെട്ടിയതാണ്. നിലവിലൊരു $100 മില്യൺ ആസ്തി കൂടി കണ്ടുകെട്ടി. അതുപോലെ വിവിധ ബാങ്കുകൾ വഴി ഇറാന്റെ നിഴൽ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുള്ളതായിട്ടാണ് സ്കോട്ട് ബെസറ്റ് പറയുന്നത്. അതുപോലെ ഇപ്പോൾ US-ന്റെ ഈ യുദ്ധച്ചെലവിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യൻ മണിയിലുള്ള മൂല്യം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 23 ലക്ഷം കോടിയാണ് ഇറാനിലെ സൈനിക ഓപ്പറേഷനായിട്ട് US ചെലവാക്കിയത്. ഈ വിവരം പെന്റഗൺ പുറത്തുവിട്ടതിന് പിന്നാലെ US കോൺഗ്രസിൽ സൈന്യത്തിന് നേരെ കടുത്ത വിമർശനവും ഉണ്ടായി. US ഡിഫൻസ് സെക്രട്ടറി ആയിട്ടുള്ള പീറ്റ് ഹെഗ്സെറ്റിന് നേരെയാണ് ഡെമോക്രാറ്റിക് അതുപോലെ റിപ്പബ്ലിക് അംഗങ്ങൾ ചോദ്യശരങ്ങൾ ഉയർത്തിയത്. ഡെമോക്രാറ്റിക് അംഗങ്ങൾ ഈ യുദ്ധം എന്തിനാണെന്ന് പീറ്റ് ഹെഗ്സെറ്റിനോട് ചോദിച്ചു. അതുപോലെ വിയറ്റ്നാം യുദ്ധത്തിന് സമാനമായി ഈ യുദ്ധം അത് അമേരിക്കയ്ക്ക് വലിയൊരു സാമ്പത്തിക ബാധ്യതയാകുമെന്നും ഈ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. അതുപോലെ മറ്റൊരു കാര്യം, US-ന്റെ ഡിഫൻസ് വകുപ്പ് അടുത്ത വർഷത്തേക്കുള്ള പ്രതിരോധ ബജറ്റ് $3.3 ട്രില്യൺ US കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടത്. ഇതിലും ഇവർ വലിയ ഞെട്ടലാണ് രേഖപ്പെടുത്തിയത്. കാരണം 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇത്ര വലിയൊരു തുക ഡിഫൻസിന് വേണ്ടി നീക്കിവെക്കുന്നത് ഇത് ആദ്യമാണ്. അപ്പോൾ അംഗങ്ങളുടെ ഭാഗത്തു നിന്നെല്ലാം കടുത്ത വിമർശനമാണ് ഉണ്ടായത്. എന്നാൽ പീറ്റ് ഹെഗ്സെറ്റ് ഇതിനെല്ലാം തിരിച്ചടിച്ചത് ഈ ഡെമോക്രാറ്റിക് പാർട്ടി അംഗങ്ങളും ചില റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങളുമാണ് അമേരിക്കയുടെ ശാപം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം തിരിച്ചടിച്ചത്. അതുപോലെ പീറ്റ് ഹെഗ്സെറ്റ് പറഞ്ഞ മറ്റൊരു കാര്യം, ഇത് സൈനികമായിട്ടുള്ള മറ്റ് നടപടികൾക്കല്ല ഈ പണം ചെലവായത്. പുതിയ ആയുധങ്ങൾ സമ്പാദിക്കാനും അതുപോലെ തന്നെ പുതിയ ചില പഴയ ആയുധങ്ങൾ റീപ്ലേസ് ചെയ്യാനുമാണ് ഈ പൈസ ചെലവായത്. അതുപോലെ ഇറാനിലെ പശ്ചിമേഷ്യയിൽ ഇറാൻ കാരണം നിലനിൽക്കുന്ന ഭീഷണി അവസാനിപ്പിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. അതുപോലെ ഇറാൻ ആണവായുധം ഉണ്ടാക്കാതിരിക്കാനുള്ള ശ്രമങ്ങളും US നടത്തുന്നു. മുൻ ഭരണകൂടങ്ങൾ ഇറാനോട് സ്വീകരിച്ച മൃദു സമീപനം കാരണമാണ് നിലവിലെ ഭരണകൂടത്തിന് ഈ ഗതി വന്നതെന്നും പീറ്റ് ഹെഗ്സെറ്റ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഹോർമുസ് കടലിടുക്കിലെ വിഷയത്തിൽ ഉൾപ്പെടെ നിലവിൽ ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. ഇറാൻ US-ന് സമർപ്പിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ ട്രംപ് തള്ളിയതിന് പിന്നാലെ അടുത്ത ഘട്ട നിർദ്ദേശങ്ങൾ ഈ വരുന്ന വെള്ളിയാഴ്ച സമർപ്പിക്കുമെന്നാണ് വിവരം. ശരി, അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ നൽകി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.